മോനെ എന്തു പറ്റി? എന്തിനാ എൻ്റെ മോൻ കരയുന്നേ? എന്താണല്ലോ അപ്പനോട് പറ. അപ്പ സൺഡേ സ്കൂൾ വാർഷികത്തിനുള്ള സ്കിറ്റിൽ എന്നോട് യൂദാസ് ആകാൻ ടീച്ചർ പറഞ്ഞു. അപ്പ എനിക്ക് യൂദാസ് ആകണ്ട, ഈശോയെ ഒറ്റ കൊടുക്കുന്ന വേഷം എനിക്ക് വേണ്ട. വേണ്ട, എൻ്റെ മോൻ യൂദാസ് ആകണ്ട കേട്ടോ. അപ്പം ടീച്ചറോട് പറഞ്ഞോളാം. എൻ്റെ മോൻ ഒരിക്കലും യൂദാസ് ആകണ്ട കേട്ടോ. ഹലോ, എന്താ എൻ്റെ കേസിൻ്റെ അവസ്ഥ? കേസ് എന്താകാൻ? ഈ കോപ്പിലെ കേസുകാർ വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. അല്ലെങ്കിൽ ആ നശിച്ച വീട്ടിലേക്ക് ആർക്ക് പോകണം? അവളെ തന്നെ കൈ ഓങ്ങിയുള്ളൂ. അപ്പോഴേക്ക് പോലീസും കേസും. ശരിക്കും പറഞ്ഞാൽ അവളൊന്ന് പൊട്ടിക്കണ്ടേ? ഈ കേസ് കാരണം ജോലിയൊന്നും ശരിയാകുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒടുക്കത്തെ കൈവറ. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. എന്തെങ്കിലും വഴിയുണ്ടോടാ? ഒരു വഴിയില്ല അച്ചോ. എല്ലാ നേരത്തും നാട്ടിലോട്ട് പോയില്ലെന്ന് ആലോചിക്കുക അച്ഛാ. വയസ്സായ അപ്പനമ്മയ്ക്കെങ്കിലും ഒരു സഹായം ആവുമല്ലോ. ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ കേസും കൂട്ടൊന്നും വേണ്ടെന്ന്. മോളെ, അത് പറയാൻ കൂടെയാണ് കാണണമെന്ന് പറഞ്ഞേ. ഇന്ന് രാവിലത്തെ കുർബാനയ്ക്ക് പീറ്ററെ കണ്ടിരുന്നു. വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചു. ചിലപ്പം എല്ലാം നല്ലതിനാവും. നീ കാര്യം പറ. വെഞ്ചരിച്ച് ഓസ്തി കിട്ടാൻ പറ്റുമോ? ഇവിടെ എല്ലാ ആഴ്ചയും ഡബിൾ വേർഷിപ്പ് നടത്തുന്ന ഒരു ആൻറ്റി ക്രൈസ്റ്റ് ടീമുണ്ട്. പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാത്താൻ സേവ. ഇവന്മാർക്ക് എല്ലാ ആഴ്ചയും ഓസ്തി വേണം, അതും വെഞ്ചരിച്ചത്. ഒപ്പിക്കാൻ പാടാണെന്നറിയാം, പക്ഷെ ഒപ്പിക്കാൻ പറ്റിയ ന്യായമായ കാശ് കിട്ടും. ഓസ്തി ഞാൻ റെഡി. സാധനം കിട്ടിയോ? എനിക്കെന്തോ നമുക്കിത് വേണമെന്നൊരു തോന്നല്. നമുക്കല്ല, നിനക്ക് എങ്ങനെയും കാശുണ്ടാക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയ കളിയായത്. നിന്റെ ഉറപ്പിന്മേലെ ആ കാലന്മാർക്ക് വാക്കുകൊടുത്തത് ഞാനാ. പിന്നെ ഈ പത്രോസിൻ്റെയും യൂദാസിൻ്റെയും വിഷം ഒരുമിച്ച് ചേരില്ല. യൂദാസ് നമുക്ക് കൊടുത്തേക്കാം. അച്ഛാ, എനിക്കൊന്ന് കാണണം. ഒരു കാര്യം പറയാനുണ്ട്. എന്തു പറ്റി സോണി? നമ്മുടെ പീറ്ററിന് വെഞ്ചരിച്ച് ഓസ്തി കിട്ടാൻ പറ്റും. ഓസ്തി ഞാൻ റെഡി. എന്നിട്ട് ഞാൻ കാരണോ? They are here.
ഓസ്തിയും കൊടുത്ത് കിട്ടിയ പണവുമായി ഞങ്ങൾ തിരിച്ചിറങ്ങി. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ അപ്പ എനിക്ക് യൂദാസ് ആകണ്ട. ഈശോയെ ഒറ്റ കൊടുക്കുന്ന വേഷം എനിക്ക് വേണ്ട. യുവദാസെങ്കിൽ യുവദാസ് നമുക്ക് കൊടുത്തേക്കും. എൻ്റെ മോൻ ഒരിക്കലും യൂദാസ് ആകണ്ട കേട്ടോ. എടാ നമുക്ക് ഈ പണം വേണ്ട. നമുക്ക് ആ ഓസ്തി എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. നിനക്കെന്താ പ്രാന്തായോ? എടാ നീ കയ്യിലേക്കൊന്ന് നോക്കി, ഇതിന്റെ വിറയിൽ മാറിടാ. ആ ഓസ്തി കൈ കിട്ടിയോടുകൂടി എടാ എനിക്ക് അറിയില്ലടാ എങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേന്ന്. എടാ പ്ലീസ് പ്ലീസ് എടാ. നിന്റെ തലയ്ക്ക് ഓളവാ, കയ്യിലെ വിറയില് മാറിയെന്ന്. വാ പോകാം. അവസാനമായിട്ട് പറയൂ, നീ വന്ന് വണ്ടി കയറി. ഞാനില്ല, എനിക്കത് എങ്ങനെയെങ്കിലും എടുക്കണം. അങ്ങനെ ആ ഓസ്തി തിരിച്ചെടുക്കാൻ അവൻ വീണ്ടും അവരുടെ അടുത്തേക്ക് പോയി. ഐ വാണ്ട് ഇറ്റ് ബാക്ക്. Devils, this is the real blessed one. So today we have a special devilry with the body of Jesus and the blood of devils. You are done. Even if the God comes down, you can't save this. അവസാനം ആ ഓസ്തി അവരുടെ പെടാതിരിക്കാൻ അവൻ ഒരു വഴിയേ കണ്ടുള്ളൂ. പീറ്ററെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. നീ ഇത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം. പീറ്റർ, എന്നോട് ക്ഷമിക്കണം അച്ഛാ, ഞാൻ എല്ലാം പറയാം. എനിക്കെല്ലാം അറിയാം. അച്ഛൻ എനിക്ക് ഉപകാരം ചെയ്യണം. എനിക്ക് മരിയ പിള്ളേരെ കാണണം. അച്ഛൻ എന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ. ഹലോ, മരിയ, നീ എന്നോട് എന്തെങ്കിലും പറ. എന്നെ നടക്കെങ്കിലും ചെയ്യേ. വലിയ തെറ്റാണ് പീറ്റർ നിന്നോടും കർത്താവിനോടും ചെയ്തത്. പക്ഷേ അതിലും വലിയ ശരിയിലൂടെ അവൻ ആ തെറ്റുകളെല്ലാം മായ്ച്ചു കളഞ്ഞു. മോളെ, നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണിത്. സ്വന്തം തിരുശരീരം ആയുധമാക്കി കർത്താവ് നൽകിയ വലിയ അത്ഭുതമാണിത്. മോളെ, ഇനി നിന്റെ കണ്ണ് നിറയേണ്ടി വരില്ല, എനിക്കുറപ്പുണ്ട്. പീറ്റർ, നീ പത്രോസും കൂടിയാണ്. പാറ പോലെ ഉറച്ച വിശ്വാസം നിനക്കുണ്ട്. അതാണ് നിന്നെ രക്ഷിച്ചത്. ദിവികാരനെ പ്രഭയിൽ രക്ഷപ്പെട്ടത് നിന്റെ ഒരു ജീവൻ മാത്രമല്ല, ഇവരുടെ എല്ലാവരുടെയും കൂടിയാണ്. ഇനി അത് കൈവിടരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നീ എനിക്കായി നാവില
ബലിവേ